തുടങ്ങിക്കോ, നീ തുടങ്ങിക്കോ, നീയാണ് ഐശ്വര്യം. തുടങ്ങി. സോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് CB കപ്പിൾ. ഭയങ്കര നീറ്റായിട്ട് 3ാമത്തെ തവണയാണ് ഇത് എന്നെ കൊണ്ട് എടുപ്പിക്കുന്നത്. ദേഷ്യം പറഞ്ഞോണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇനി ലോഗോ പോട്ടെ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആൻഡ് ഹാപ്പി ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അത് റീടേക്ക് വന്നോണ്ടിരിക്കണം. സ്വന്തം മിസ്റ്റേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വീഡിയോ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് ചൊറിഞ്ഞോണ്ടിരിക്കുക. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കണം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? റിയൽ റിയാക്ഷൻ. അതാണ് ഇപ്രാവശ്യത്തെയും പാർട്ട് 2. അപ്പോൾ എന്തായാലും നിങ്ങൾ കമന്റ്സ് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ റീൽസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻസ്റ്റ IDs ഞങ്ങൾ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ആരെ വേണം? നിന്റെ ഫേവറേറ്റ്? എൻ്റെ ഫേവറേറ്റ് പുള്ളിക്കാരി എന്താ ഉദ്ദേശിച്ചത്? ഡാൻസ് അടി, അതായത് എനർജി. നിനക്കൊക്കെ പറ്റുമോ ഇതുപോലെ ഒരു 2 സ്റ്റെപ്പ് ഇടാൻ പറ്റുമോ? എനിക്കിടണ്ട, എനിക്ക് ഇങ്ങനത്തെ സ്റ്റെപ്പ് വേണ്ടോ? ഇതൊക്കെ അസൂയ കൊണ്ട് മാത്രം നീ പറയണം. നിനക്കൊന്നും ഇതുപോലെ ഒരിക്കലും കളിക്കാൻ പറ്റില്ല. അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്, അതിനെപ്പറ്റി നമ്മളിങ്ങനെ കളിയാക്കി പറയാൻ പാടില്ല. നീയല്ലേ കളിയാക്കിയത്? എന്താ പൊന്നേ, അല്ല പക്ഷേ എന്തായാലും കഷ്ടമാണ്. ഇത് ഈ ഒരു ഡാൻസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ നിനക്ക്? ഡാൻസ് ആ വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചില സമയത്ത് ആരും പഠിപ്പിക്കാൻ പറ്റില്ല. എടാ, നമ്മുടെ ഒരു സിനിമ ഉണ്ടല്ലോ, പഴയ പാട്ട് കേറി വന്ന കുഞ്ചാക്കോവിന്റെ പടം. മനസ്സിലായി. ഏത് പാട്ടായിരുന്നു പറഞ്ഞു? രാഗപക്ഷി അതാണോ? പക്ഷെ അതല്ലടാ, ഇപ്പൊ പുതിയ സിനിമയ്ക്കകത്ത് പുള്ളി ഡാൻസ് കളിക്കുന്ന സംഭവം ഇല്ലേ? മറ്റേത് എന്തായാലും പാട്ട് അതെടുത്ത് തപ്പെടുത്ത് പ്ലേ ചെയ്യാം. എന്തായാലും എനിക്കറിയാതെ എന്നാ തങ്കസൂട് പടത്തിലുള്ളതല്ലേ? എന്നാ തങ്കീസ് അതന്നെ അതുപോലെ ഒരു ഡാൻസ്. ആ, ദേവദൂതർ പാടി. അതിൽ നീ എന്തോ പറയാൻ വന്നപ്പോ? അല്ല, അതില് കുഞ്ചാക്കോപ്പന്റെ ഒരു ഡാൻസ് ഉണ്ടല്ലോ, അത് പിന്നെയും സ്പെഷ്യൽ ഡാൻസ്. അല്ല, അത് കളിക്കാൻ പറ്റുമോ ആൾക്കാർക്ക്? അല്ല, അത് ശരിക്കും അത് ആക്ച്വലി കൊറിയോഗ്രാഫ്ഡ് ആയിരിക്കണമല്ലോ. പക്ഷെ അതുപോലെ അമ്പലപ്പറമ്പിലൊക്കെ ചില മാമാര് വന്നൊന്ന് ശരിക്കും കളിക്കാറുണ്ട്. ശരിയാട്ടോ, അത് അന്ന് കണ്ടപ്പോ. പക്ഷെ നമ്മളിവിടെ കാണിച്ചത് ആരെയാണ്? ഈ ചേച്ചിയാണ്. നീ കുഞ്ചാക്കോപ്പൻ എന്തിനാ കൊണ്ടുവരുന്നത്? കുഞ്ചാക്കോപ്പൻ എവിടെ? പക്ഷെ അമ്പലപ്പറമ്പില് ചില മാമാര് ഈ ഗാനമേള നടക്കുന്ന സമയത്ത് വെള്ളം അടിച്ച് റെഡി ആയിട്ട് വന്നിട്ട് തുള്ളണൊരു തുള്ളലുണ്ടല്ലോ, അത് വേറെ ആർക്കും തുള്ളാൻ പറ്റൂല. അതുപോലെ ഒരു സാധനമായി പോയത്. പക്ഷെ രസം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല എനർജി. ഇതെപ്പോഴും ഞാൻ പുള്ളിക്കാരുടെ പ്രൊഫൈൽ കുറെ പേര് എടുത്ത് നോക്കിയായിരുന്നു. എല്ലാത്തിലും ഇത്രയും പവറാണ്. നീ നോക്കടാ, നീ നോക്ക്. അല്ല, അങ്ങനെയല്ല, കാണണമല്ലോ നമുക്ക്. ഇത് ഫോർമൽ ഡ്രസ് ഇട്ട് നല്ല കോസ്റ്റ്യൂം. ഇനി കാണിക്കാൻ പോണ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോയുടെ ഓഡിയോ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഓഡിയോ പറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഇൻസ്റ്റഗ്രാമിൽ ഇടാം, നിങ്ങൾ കണ്ടുപോകുക. ഇത് ഞാൻ നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, കാരണം ഇംഗ്ലീഷിൽ കോമന്റ് ആയി ഇംഗ്ലീഷിലെ തെറികൾ നമുക്ക് പ്രശ്നം വരും. ഗൈഡ് ലൈൻസിന് അഗൻസ്റ്റ് ആണ്. അതായത് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരൻ ഒരു പ്രതിയെ പിടിച്ചോണ്ടിരുന്നിട്ട്, അല്ല ഈ ഷോർട്ട് ഫിലിംസിലെ എന്താ പറയുക, റിയാലിറ്റിയെ പറ്റിയൊക്കെ ചോദ്യം ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ തന്നെ മണ്ടത്തരമാണ്. പക്ഷെ എന്നാൽ പോലും ഇത് കാണുന്ന നമുക്ക് എന്തൊക്കെയൊരു ഇത് തോന്നണ്ടേ? അവളാണ് നിന്നിട്ട് ഇത് പോലീസുകാരന് മനസ്സിലായി. അവളാ വിളിച്ച മാമനത് മനസ്സിലായിട്ടുണ്ടാവൂ. പോലീസുകാരനും മനസ്സിലായിണ്ടാവില്ല. പോലീസുകാരനും ഭയങ്കര ചിരിച്ചിട്ട് താൻ പറഞ്ഞ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കണം. മനസ്സിലായെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞുതരൂ എന്നുള്ളതാണ് ചോദിച്ചതിന്റെ അർത്ഥം എന്ന് തോന്നുന്നു. അല്ല, ചില ഷോർട്ട് ഫിലിംസിൽ അത് അങ്ങനെയാണ്. നെക്സ്റ്റ് ദിസ് വൺ. ഇത് ചിപ്പിയാണ് കേട്ടോ.
ഇതെന്റെ അവസ്ഥയാണ് ശരിക്കും. അല്ല, പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അതാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് കാണുമ്പോൾ ഒരു തമാശയൊക്കെ തോന്നും, പക്ഷേ റിയൽ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാവുന്ന ഒരു നല്ല കാര്യമാണ്. കാര്യം ചില സമയത്ത് നമുക്ക് ഗിഫ്റ്റ് തരാനോ നമ്മളെ കെയർ ചെയ്യാനോ നമ്മളെ ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു പോസിറ്റീവ് കോൺവെർസേഷൻ കീപ്പ് ചെയ്യാനോ ഒരു സാധനം ഉണ്ടാവില്ല. സോ സെൽഫായിട്ട് തന്നെ ഉണ്ടാക്കുക. ഇറ്റ്സ് എ വെരി പോസിറ്റീവ് തിങ്. അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. അപ്പന് മോന് സ്വന്തമായിട്ട് ചെയ്തോളൂല്ലേ നീ അങ്ങോട്ട്? ഞാൻ ഗിഫ്റ്റ് ചോദിച്ച് വാങ്ങിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്, ഇല്ലാതില്ല. ഇനിയിപ്പോൾ നീ അത് തന്നെ ചെയ്താൽ മതി കേട്ടോ. സ്വന്തമായിട്ട് വാങ്ങിച്ച് എൻ്റെ തന്നിട്ട് മേടിച്ചോണ്ട് പോയാൽ മതി. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? പറയുന്നില്ല ഞാൻ, വേറെ പണിയൊന്നുമില്ല. മുതലെടുക്കണേണ് സജി. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, ഇല്ല ആ കണ്ടന്റിലൊരു കാര്യമുണ്ട്. അത് നമ്മളതിൻ്റെ കോമഡിയും ചിരിക്കുന്ന വശമൊക്കെ എടുത്തു. On the other side, just think when it happens in reality. ഹസ്ബൻഡാണ്, കല്യാണം കഴിഞ്ഞ് കുറേ കാലം, എന്തായാലും നല്ല പ്രായമുണ്ട്, രണ്ടുപേരും കുറേ കാലം കഴിഞ്ഞിട്ട് ജീവിക്കുകയാണ്. ദേ ഡോണ്ട് തിങ്ക് അബൌട്ട് ഈച്ച് അതർ എന്നല്ല, ഒരാൾ മറ്റൊരാളെ പറ്റി ചിന്തിക്കുന്നില്ല. ഹീസ് ബിസി വിത്ത് വർക്ക്, ഹീസ് ഗോയിങ് അവേ. ബർത്ത്ഡേ ആണോ എന്തോ സ്പെഷ്യൽ ഡേ ആണോ എന്തോന്നും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അതൊന്നും ആ കക്ഷി ഓർക്കാതെ വന്ന് കയറുകയാണ്. അപ്പൊ ആ സിറ്റുവേഷൻ ഇങ്ങനെ കോപ്പപ്പ് ചെയ്ത് പോകുന്നു. മേ ബി റീലിന് കണ്ടന്റ് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കാം, പക്ഷെ ആ തോട്ട് അല്ല, അതിലൊരു നല്ലതുണ്ട്. നമ്മളെന്തിന് നെഗറ്റീവ് എടുക്കുന്നത്? സി, എല്ലാ മനുഷ്യരുടെ ഇടയിലും അവരുടെ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെ ഓക്കെ, ഇപ്പം നീ ഇപ്പം എൻ്റെ അടുത്ത് പറയുമ്പോൾ ഓക്കെ, ഞാനും മനസ്സിലാക്കി ഇതിപ്പോൾ ഒരു ഇൻസൾട്ട് പോലെ അല്ലെങ്കിൽ ഒരു കളിയാക്കൽ പോലെ വെക്കുന്ന സമയത്ത് അവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയില്ലേ. ഇതിനെ ബാഡായിട്ട് എടുക്കുന്നതിന് ടീക്കിരുന്ന പോസിറ്റീവ് സെൻസ് എനിക്ക് അത്ര പോസിറ്റീവ് തോന്നില്ല. അത് തോന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് എപ്പോഴും നീ ചോദിച്ചു വാങ്ങുകയല്ലേ, അതിൻ്റെയാണ് ഈ പ്രശ്നം. വാങ്ങിച്ചു തരാത്തപ്പോൾ ചോദിച്ചു വാങ്ങുന്നതിനൊന്നും ചെയ്യാൻ പറ്റില്ല. രസമാണ്. ഞാൻ ഇത്രയും വൈറലായിട്ടും ഒരു പെൺകുട്ടി പോലും എന്നോട് വന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. എനിക്കതാണ് മനസ്സിലാവാത്തത്. ഇത്രയും വൈറലായിട്ടും ഒരു പെൺകുട്ടി പോലും എൻ്റെ അടുത്ത് വന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. എനിക്കതാണ് മനസ്സിലാവാത്തത്. ഞാൻ ആരെങ്കിലും ഒരാൾ പറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എനിക്കിഷ്ടമാണെങ്കിൽ അങ്ങോട്ടും പറയാം, കല്യാണവും കഴിക്കാം. പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. വൈറലായെന്നും പറഞ്ഞ പെൺപിള്ളേർ വന്ന് ഐ ലവ് യു എന്ന് പറയണോ നിർബന്ധമുണ്ടോ? എനിക്കറിയില്ല, അത് പുള്ളിയുടെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ. അല്ല, ഇപ്പൊ പുള്ളി അതിനകത്ത് കൊണ്ടുവന്നേക്കുന്ന കോൺസെപ്റ്റും ഈ ആൾക്കാരും ഒക്കെ കുറച്ച് ഫെയിം വരെയാണ്, എല്ലാവരും അറിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ആരെങ്കിലും വന്ന് പ്രപ്പോസ് ചെയ്യാമെന്നില്ലെന്നുണ്ടെങ്കിൽ പ്രേമ കത്തുകൾ ഓടി വരും എന്നാണ് വിചാരം. അതായിരിക്കും പുള്ളി വിചാരിച്ചിട്ടുണ്ടാവുക. വെറുതെ അല്ലെങ്കിൽ തൂക്കി പുറകെ എടുത്തിട്ട് അടിച്ചു. പുള്ളിയെ തൂക്കി പുറത്തോട്ട് അടിച്ചു തരല്ല. സിനിമ കാണാതെ സിനിമയെ പറ്റി റിവ്യൂ ചെയ്തു എന്നുള്ളതായിരുന്നു അലിഗേഷൻ. അത് സത്യമാണോ സത്യമല്ലേ? ഐ മീൻ പലയിടത്തും എനിക്ക് തോന്നിയിട്ടുണ്ട് പുള്ളി കാണാതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി അത് കാണുമ്പോൾ തോന്നി, ഐ മീൻ പുള്ളിയുടെ വീഡിയോസ് കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. പിന്നെ പുള്ളി ഒരിച്ചിരി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന പോലെ തന്നെ ഫെയിം വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതുപോലെയാണ്. സോ ആർക്കെങ്കിലും വൈറലായിട്ടുള്ള ആറാട്ടണ്ണനെ പ്രേമിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറയുന്നു മാഡം, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്റെ സ്വഭാവമാണ് വന്നത്. ഓക്കെ, നിന്റെ സ്വഭാവം. நாங்கெல்லாம் ஊருக்குள்ள பல பேருக்கு யோசனை சொல்றீங்க, எங்க கிட்டே வா. നീ 24 മണിക്കൂർ അതിൻ്റെ അകത്ത് ഇറങ്ങാണ്ടിരിക്കുന്നുണ്ടോ? അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. പാത്രം കഴുകില്ല, വൃത്തിയില്ല, കുളിക്കില്ല, പല്ല് കേൾക്കില്ല. ഇന്നലെ എന്നെ രാത്രി വിളിച്ചിട്ട് പറയാണ്, ഗൈസ് ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ട് പല്ല് തേച്ചു. നിന്നെ വിളിച്ചിട്ട് ഞാൻ ഗൈസ് ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ട് പല്ല് തേച്ചെന്ന് പറയോ? പത്തം പറ്റിയ ഗൈസ് ഒന്നും ഞാൻ പറഞ്ഞില്ല. സ്വന്തം കാര്യമാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പൊ വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോ എഴുന്നേക്കും, എന്നിട്ട് ആഹാരം കഴിച്ചാലേ ഇല്ലെങ്കിലേ കുളിയില്ല നനയില്ല, ഇതൊക്കെ അവന്റെ സ്വന്തം കാര്യമാണ്. ഇതിപ്പം കുഴിതോണ്ടി ഞാൻ തന്നെ വീണ ഒരു അവസ്ഥയാണ്. ഓക്കെ, താങ്ക് യു. എത്ര മിനിറ്റ് ആയിടാ? 10 മിനിറ്റ് മതി 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 മതി. ഉറപ്പിക്കണ്ട, അടുത്ത വീഡിയോ അടുത്ത സെറ്റിൽ വരാം. ഓക്കെ, യാ, ഞങ്ങൾ കുറെ റീലെടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കളിയാക്കിയിരിക്കാൻ നല്ല രസമുള്ളതുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ റീൽ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും അവരവരുടെ എബിലിറ്റി വെച്ചും അവരവരുടെ ഡേയ്സും വെച്ച് തന്നെയാണ് ചെയ്യണത്. അതിലൊന്നും നമ്മൾ പറയാനില്ല. പിന്നെ നമുക്ക് തോന്നുന്ന കുറച്ച് കുൻസൈമുകൾ നമ്മുടെ ഇടയിലൊക്കെ ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്കും ഇതുപോലുള്ള ഏതെങ്കിലും റീൽസ് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഇൻസ്റ്റാഗ്രാം പേജുകളിലേക്ക് അയച്ചു തരാവുന്നതാണ്. നമ്മൾ റിയാക്ട് ചെയ്യും. സ്ഥിരമായിട്ട് ഇനി റീൽ റിയാക്ഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ് ആഗ്രഹം. സോ വി ആർ എക്സ്പെക്ടിങ് യുവർ സപ്പോർട്ട്. കൺക്ലൂഡ്. അപ്പോൾ till another episode from CB Couple.
ബൈ ബൈ. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഉറപ്പായിട്ടും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. എന്തായാലും ചെയ്യണം. താങ്ക് യു.